ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണവും വംശീയതയും നടക്കുന്നുവെന്ന ആരോപണവുമായി അസർബൈജാനിൽ അന്താരാഷ്ട്ര സമ്മേളനം. ഇന്ത്യയിൽ സിഖുകാർക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ വംശീയതയും അക്രമവും യഥാർത്ഥ അവസ്ഥ എന്ന പേരിലായിരുന്നു സമ്മേളനം നടന്നത്. BIG സംഘടിപ്പിച്ച ഈ പരിപാടി ഖലിസ്ഥാൻ വാദത്തെ ആഗോളവൽക്കരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും അസർബൈജാൻ, പാകിസ്ഥാൻ, തുർക്കി കൂട്ടുകെട്ടിന്റെ വ്യക്തമായ നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഖലിസ്ഥാനും ഭീകരവാദികളും പാക് ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ബാക്കു ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ബാസ് അംബാസോ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ ന്യൂനപക്ഷ കാര്യമന്ത്രി രമേശ് സിംഗ് അറോറ, കാനഡയിലെയും UK-യിലെയും സിഖ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവർ സമ്മേളനത്തിനെത്തി. 2023 കാനഡയിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ പ്രവർത്തകൻ ഹർദീപ് സിംഗ് നിജാറിന് വേണ്ടി 1 മിനിറ്റ് മൗനം ആചരിച്ചാണ് പരിപാടികൾ ആരംഭിച്ചത്. നിജാറിനെ പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷിയായി ചിത്രീകരിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രചാരണ സിനിമകളും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ നടപടികളെ വംശീയ വിവേചനം, വംശഹത്യ എന്നിങ്ങനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും നടന്നു. പ്രാദേശികവാദങ്ങൾക്കപ്പുറം ഐക്യരാഷ്ട്രസഭയിൽ വിഷയം എത്തിക്കാനുള്ള തന്ത്രമാണ് സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യവും ചർച്ചയിലുയർന്നു. BIG, സിഖ് ഫെഡറേഷൻ ഇന്റർനാഷണൽ എന്നിവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സിഖ് പ്രവർത്തനം ഭീകരവാദമാണെന്ന് തെറ്റായി മുദ്രകുത്തുന്നുവെന്ന് ആരോപിച്ചു. നാഗോൺവോ കാറാബാവ് യുദ്ധത്തിൽ അർമേനിയയെ ഇന്ത്യ പിന്തുണച്ചതിനു ശേഷം പാകിസ്ഥാന്റെ ഇന്ത്യവിരുദ്ധ അജണ്ടയ്ക്കൊപ്പമാണ് അസർബൈജാനും. അസർബൈജാനി സ്റ്റേറ്റ് മീഡിയയും തിങ്ക് ടാങ്കുകളും ഇന്ത്യ അധിനിവേശ ജമ്മു കാശ്മീർ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും പാകിസ്ഥാൻ അസർബൈജാനെ ഉപയോഗിക്കുന്നുവെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം.